ഹായ് ഫ്രണ്ട്സ്, റാങ്ക് ലിസ്റ്റ് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് നോക്കുന്നത്. സോ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഏറ്റവും കാഠിന്യം കൂടിയ മൂലകം ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പ് 6 കാണപ്പെടുന്നത്. ഗ്ലാസ് ഒരു ഒഴുകാൻ കഴിവുള്ള പദാർത്ഥമാണ്. കർപ്പൂരത്തെ ചൂടാക്കിയാൽ അത് ദ്രാവകമായി മാറുന്നു. പാലിന് pH മൂല്യം 7 കൂടുതലാണ്. ഏറ്റവും കാഠിന്യം കൂടിയ മൂലകം ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പ് 6 കാണപ്പെടുന്നത്. ഗ്ലാസ് ഒരു ഒഴുകാൻ കഴിവുള്ള പദാർത്ഥമാണ്. കർപ്പൂരത്തെ ചൂടാക്കിയാൽ അത് ദ്രാവകമായി മാറുന്നു. പാലിന് pH മൂല്യം 7 കൂടുതലാണ്. അപ്പോൾ കൊടുത്തിരിക്കുന്ന വാചകങ്ങളിൽ ശരിയായവ കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉമാണ് തന്നിരിക്കുന്നവയിൽ ശരിയായവ. ഏറ്റവും കാഠിന്യം കൂടിയ മൂലകം ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പ് 6 കാണപ്പെടുന്നത്. ഗ്ലാസ് ഒരു ഒഴുകാൻ കഴിവുള്ള പദാർത്ഥമാണ്. അടുത്ത ചോദ്യം, അപ്പം ഉണ്ടാക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യം മൂലം ഉയർന്ന ഊഷ്മാവിൽ അപ്പം വീർക്കുന്നു. ഇത് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പം ഉണ്ടാക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യം മൂലം ഉയർന്ന ഊഷ്മാവിൽ അപ്പം വീർക്കുന്നു. ഇത് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ്: ബോയിൽ നിയമം, ചാൾസ് നിയമം, അവഗാഡ്രോ നിയമം, ഡാൾട്ടൺ നിയമം. ബോയിൽ നിയമം, ചാൾസ് നിയമം, അവഗാഡ്രോ നിയമം, ഡാൾട്ടൺ നിയമം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. അപ്പം ഉണ്ടാക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യം മൂലം ഉയർന്ന ഊഷ്മാവിൽ അപ്പം വീർക്കുന്നത് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ചാൾസ് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം, ഒരു പദാർത്ഥത്തിന്റെ തന്മാത്ര ഭാരം 108 ആണെങ്കിൽ ആ പദാർത്ഥത്തിന്റെ 6.022 × 10⁻23 തന്മാത്രകളുടെ പിണ്ഡം എത്രയാണ്? ഒരു പദാർത്ഥത്തിന്റെ തന്മാത്ര ഭാരം 108 ആണെങ്കിൽ ആ പദാർത്ഥത്തിന്റെ 6.022 × 10⁻23 തന്മാത്രകളുടെ പിണ്ഡം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, 108 ഗ്രാം ആണ്. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായി ആചരിച്ചത് ഏതു വർഷമാണ്? അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായി ആചരിച്ചത് ഏതു വർഷമാണ്? ഓപ്ഷൻസ്: 2017, 2018, 2019, 2020. 2017, 2018, 2019, 2020. അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായി ആചരിച്ചത് ഏത് വർഷമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്, 2019 അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായി ആചരിച്ചത്. അടുത്ത ചോദ്യം, തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ഓപ്ഷൻസ്: ശ്രീനാരായണ ഗുരു, കുമാരനാശാൻ, സ്വാതി തിരുനാൾ, EMS നമ്പൂതിരിപ്പാട്. ശ്രീനാരായണ ഗുരു, കുമാരനാശാൻ, സ്വാതി തിരുനാൾ, EMS നമ്പൂതിരിപ്പാട്. ഉത്തരം ഓപ്ഷൻ എ ആണ്, ശ്രീനാരായണ ഗുരു ആണ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. അടുത്ത ചോദ്യം, കാലാഹിരൺ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോളർ. കാലാഹിരൺ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോളർ. ഓപ്ഷൻസ്: VP സത്യൻ, IM വിജയൻ, ജോപോൾ ആചേരി. ഇവരാരുമല്ല. VP സത്യൻ, IM വിജയൻ, ജോപോൾ അഞ്ചേരി ഇവരാരുമല്ല. ഉത്തരം ഓപ്ഷൻ ബി ആണ്, IM വിജയനാണ് കാലാഹിരൺ എന്നറിയപ്പെട്ട മലയാളി ഫുട്ബോളർ. അടുത്ത ചോദ്യം, ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ നടൻ. ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ നടൻ ആരാണ്? ഓപ്ഷൻസ്: ഇന്ദ്രൻസ്, പ്രേംജി, മുരളി, സലീം കുമാർ. ഇന്ദ്രൻസ്, പ്രേംജി, മുരളി, സലീം കുമാർ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സലീം കുമാർ ആണ് ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയത്. അടുത്ത ചോദ്യം, നജീബ് ഏത് പ്രധാന കൃതിയിലെ കഥാപാത്രമാണ്? നജീബ് ഏത് പ്രധാന കൃതിയിലെ കഥാപാത്രമാണ്? ഓപ്ഷൻസ്: നെല്ല്, കയർ, ബാല്യകാല സഖി, ആടുജീവിതം.
നെല്ല്, കയർ, ബാല്യകാലസഖി, ആടുജീവിതം. ഉത്തരം ഓപ്ഷൻ ഡി, ആടുജീവിതം. ഇപ്പം നജീബ് എന്ന കഥാപാത്രം ആടുജീവിതം എന്ന കൃതിയിലേതാണ്? അടുത്ത ചോദ്യം, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായ ക്രിക്കറ്റർ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായ ക്രിക്കറ്റർ ആരാണ്? ഓപ്ഷൻസ്: സച്ചിൻ ടെണ്ടുൽക്കർ, MS ധോണി, രോഹിത് ശർമ്മ, സൗരവ് ഗാംഗുലി. സച്ചിൻ ടെണ്ടുൽക്കർ, MS ധോണി, രോഹിത് ശർമ്മ, സൗരവ് ഗാംഗുലി. ഉത്തരം ഓപ്ഷൻ ബി ആണ്. MS ധോണിയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായ ക്രിക്കറ്റർ. അടുത്ത ചോദ്യം, ഇംഗ്ലീഷാണ്. അനിത റെയർലി ആൻസേഴ്സ് ഡാഷ്. അനിത റെയർലി ആൻസേഴ്സ് ഡാഷ്. ഓപ്ഷൻസ്: ഡസ് ഷീ, ഡസിൻ ഷീ, ഡിഡ് ഷീ, ഡിഡിൻ ഷീ. ഡസ് ഷീ, ഡസിൻ ഷീ, ഡിഡ് ഷീ, ഡിഡിൻ ഷീ. ഉത്തരം ഓപ്ഷൻ എ ആണ്. ക്വസ്റ്റ്യൻ ടാഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. റെയർലി എന്ന് പറയുന്ന ഒരു വേർഡ് തന്നിട്ടുള്ളതുകൊണ്ട് അതൊരു നെഗറ്റീവ് വേർഡാണ് ആക്ച്വലി. സോ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് വരുമ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മളിവിടെ ഡസ് ഷീ തിരഞ്ഞെടുത്തത്. സോ അനിത റെയർലി ആൻസേഴ്സ് ഡസ് ഷീ ആണ് കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ്. അടുത്ത ചോദ്യം, ഇഫ് ഐ ഡാഷ് ദ പ്രൊജക്ട് ഹെഡ് ഐ കുഡ് ഹാവ് മെയ്ഡ് യു ആസ് മൈ സെക്രട്ടറി. ഇഫ് ഐ ഡാഷ് ദ പ്രൊജക്ട് ഹെഡ് ഐ കുഡ് ഹാവ് മെയ്ഡ് യു ആസ് മൈ സെക്രട്ടറി. Options: has been, was, have been, had been. Has been, was, have been, had been. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. had been ആണ് ഉത്തരം. So if I had been the project head I could have made you as my secretary. ഞാൻ പ്രൊജക്റ്റ് ഹെഡ് ആയിരുന്നെങ്കിൽ നിന്നെ ഒരു സെക്രട്ടറി ആക്കിയേനെ. അതാണ് കറക്റ്റ് ആയിട്ടുള്ള മലയാളം വിവർത്തനം എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് ഇഫ് ഐ ഹാഡ് ബീൻ ദ പ്രൊജക്ട് ഹെഡ് ഐ കുഡ് ഹാവ് മെയ്ഡ് യു ആസ് മൈ സെക്രട്ടറി വരുന്നത്. അടുത്ത ചോദ്യം, നെവർ ഡാഷ് ഹേർഡ് സച്ച് എ സ്റ്റോറി. നെവർ ഡാഷ് ഹേർഡ് സച്ച് എ സ്റ്റോറി. ഓപ്ഷൻസ്: ഐ ഹാവ് ബീൻ, ഹാവ് ഐ ഹാഡ്. ഐ ഹാവ് ബീൻ, ഹാവ് ഐ ഹാഡ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഹാവ് ഐ ആണ് കറക്റ്റ് ഉത്തരം. നെവർ ഹാവ് ഐ ഹേർഡ് സച്ച് എ സ്റ്റോറി. നെവർ ഹാവ് ഐ ഹേർഡ് സച്ച് എ സ്റ്റോറി ആണ് കറക്റ്റ് സെൻറ്റൻസ്. അടുത്ത ചോദ്യം, ചേഞ്ച് ദ സെൻറ്റൻസ് ഇൻ ടു പാസീവ് വോയിസ്. ഇപ്പം തന്നിരിക്കുന്ന സെൻറ്റൻസിനെ ഒരു പാസീവ് വോയിസിലോട്ട് ചേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നിഹാരിക ക്യാൻ സോൾവ് ദ ക്രൈസിസ്. നിഹാരിക ക്യാൻ സോൾവ് ദ ക്രൈസിസ്. ഓപ്ഷൻസ്: ദ ക്രൈസിസ് ക്യാൻ ബി സോൾവ്ഡ് ബൈ നിഹാരിക. ദ ക്രൈസിസ് ക്യാൻ സോൾവ്ഡ് ബൈ നിഹാരിക. ദ ക്രൈസിസ് ബീൻ സോൾവ്ഡ് ബൈ നിഹാരിക. ദ ക്രൈസിസ് ഈസ് സോൾവ്ഡ് ബൈ നിഹാരിക. ഓപ്ഷൻസ്: the crisis can be solved by Niharika. The crisis can solved by Niharika. The crisis have been solved by Niharika. The crisis is solved by Niharika. Correct answer എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. The crisis can be solved by Niharika ആണ് തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ പാസീവ് വോയിസ് എന്ന് പറയുന്നത്. അതായത് നിഹാരിക ക്യാൻ സോൾവ് ദ ക്രൈസിസ്, അതിൻ്റെ പാസീവ് വോയിസ് ദ ക്രൈസിസ് ക്യാൻ ബി സോൾവ്ഡ് ബൈ നിഹാരിക. അടുത്ത ക്വസ്റ്റ്യൻ, every one of the players dash invited for the party. Every one of the players dash invited for the party. Options: have, has, where, was. Have, has, where, was. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. was. Every one of the players was invited for the party. ഇവിടെ എവ്രി വൺ, അതായത് അതൊരു സിംഗുലർ വേർഡായിട്ടാണ് എടുക്കുന്നത്. സോ അതുകൊണ്ടാണ് നമുക്കിവിടെ വാസ് വന്നത്. എവ്രി വൺ ഓഫ് ദ പ്ലെയേഴ്സ് വാസ് ഇൻവൈറ്റഡ് ഫോർ ദി പാർട്ടി. പ്ലെയേഴ്സിലെ എല്ലാവരെയും പാർട്ടിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. ഓരോരുത്തരെയും, പ്ലെയേഴ്സിലെ ഓരോരുത്തരെയും പാർട്ടിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. അതാണ് അതിൻ്റെ കറക്റ്റ് മലയാളം വിവർത്തനം. അടുത്ത ചോദ്യം, വിച്ച് വേർഡ് ഇസ് മിസ് സ്പെൽഡ്. വിച്ച് വേർഡ് ഇസ് മിസ് സ്പെൽഡ്. ഓപ്ഷൻസ്: ആർക്കിടൈപ്പ്, subjugation, promiscuous, prostration. Archetype, subjugation, promiscuous, prostration. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് മിസ്സ്പെൽഡ് ആയിട്ടുള്ള വേർഡ്സ്. ബാക്കിയെല്ലാം കറക്റ്റ്
സ്പെല്ലിംഗ് ആണ്. അടുത്ത ചോദ്യം, ഹി ഈസ് എ ബിഗ് ചീസ്. ഡയന ടോൾഡ് മീ. ബിഗ് ചീസ് മീൻസ്, ഇപ്പം ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്, ഹി ഈസ് എ ബിഗ് ചീസ്. അതിൽ ബിഗ് ചീസ് എന്ന് പറയുന്ന ഫ്രേസ് കറക്റ്റായിട്ട് മീൻ ചെയ്യുന്നത് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: ആൻ എനർജറ്റിക് പേഴ്സൺ, ആൻ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ, എ ക്ലെവർ പേഴ്സൺ, എ സിലി പേഴ്സൺ. ആൻ എനർജറ്റിക് പേഴ്സൺ, ആൻ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ, എ ക്ലെവർ പേഴ്സൺ, എ സില്ലി പേഴ്സൺ. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ബിഗ് ചീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണിനെയാണ് ബിഗ് ചീസ് എന്ന് കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത ചോദ്യം, The thieves planned to dash the bank of Pune. The thieves planned to dash the bank of Pune. Options: set aside, take after, make out, make away with. Set aside, take after, make out, make away with. Correct answer ഓപ്ഷൻ ഡി ആണ്. make away with ആണ് correct fill in the blanks എന്ന് പറയുന്നത്. അതായത് the thieves planned to make away with the bank of Pune. The thieves planned to make away with the bank of Pune ആണ് കറക്റ്റ് സെൻറ്റൻസ്. അടുത്ത ചോദ്യം, she is suffering from thanatophobia. The word thanatophobia means, she is suffering from thanatophobia. The word thanatophobia means options: fear of death, fear of snakes, fear of darkness, fear of heights. Fear of death, fear of snakes, fear of darkness, fear of heights. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഫിയർ ഓഫ് ഡെത്ത് ആണ് ടെനാറ്റോഫോബിയ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ദ ആന്റണിം ഓഫ് ദ വേർഡ് കാലസ് ഇസ്. ദ ആന്റണിം ഓഫ് ദ വേർഡ് കാലസ്. കാലസ് എന്ന് പറയുന്ന വേർഡിൻ്റെ ആന്റണിം ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: ഇമ്പോർട്ടൻറ്റ്, കമ്പാഷനേറ്റ്, സില്ലി, സെൽഫ്ലെസ്. ഇമ്പോർട്ടൻറ്റ്, കമ്പാഷനേറ്റ്, സില്ലി, സെൽഫ്ലെസ്. കറക്റ്റ് ഉത്തരം ഓപ്ഷൻ ബി ആണ്. സോ ദ കാലസ് എന്ന് പറയുന്ന വാക്കിൻ്റെ ആന്റണിം എന്ന് പറയുന്നത് കമ്പാഷനേറ്റ്. അടുത്ത ചോദ്യം, ലോഭസന്ധിക്ക് ഉദാഹരണം കണ്ടെത്തി എഴുതുക. ലോഭസന്ധിക്ക് ഉദാഹരണം കണ്ടെത്തി എഴുതുക. ഓപ്ഷൻസ്: ഉണ്മ, തീർത്തടം, വന്നില്ല, അയാൾ. ഉണ്മ, തീർത്തടം, വന്നില്ല, അയാൾ. ഉത്തരം ഓപ്ഷൻ സി ആണ്. വന്നില്ലയാണ് ലോഭസന്ധിക്ക് ഉദാഹരണമായി വരുന്നത്. അടുത്ത ചോദ്യം, നദി എന്ന പദത്തിന് സമാനമായ പദം. നദി എന്ന പദത്തിന് സമാനമായ പദം. ഓപ്ഷൻസ്: വാഹിനി, അനിലൻ, സമീരൻ, വിഹായസ്. വാഹിനി, അനിലൻ, സമീരൻ, വിഹായസ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. വാഹിനിയാണ് നദി എന്ന പദത്തിന് സമാനമായി വരുന്ന പദം. അടുത്ത ചോദ്യം, ശരിയായ പദം കണ്ടെത്തി എഴുതുക. ശരിയായ പദം കണ്ടെത്തി എഴുതുക. ഓപ്ഷൻസ്: തിരശ്ചീനം, 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 തിരശ്ചീനം. തിരശ്ചീനം, 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 തിരശ്ചീനം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. തിരശ്ചീനം കറക്റ്റായിട്ട് എഴുതുന്നത് ഇങ്ങനെയാണ്. അടുത്ത ചോദ്യം, പൂജക ബഹുവചനത്തിന് ഉദാഹരണം. പൂജക ബഹുവചനത്തിന് ഉദാഹരണം. ഓപ്ഷൻസ്: താങ്കൾ, കുട്ടികൾ, മിടുക്കർ, വിദ്യാർത്ഥികൾ. താങ്കൾ, കുട്ടികൾ, മിടുക്കർ, വിദ്യാർത്ഥികൾ. ഉത്തരം ഓപ്ഷൻ എ ആണ്. താങ്കളാണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണം തന്നിരിക്കുന്നവയിൽ. അടുത്ത ചോദ്യം, കാണാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം. കാണാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം. ഓപ്ഷൻസ്: പിപാസു, ദിദൃക്ഷു, ബുഭുക്ഷു, മുമുക്ഷു. പിപാസു, ദിദൃക്ഷു, ബുഭുക്ഷു, മുമുക്ഷു. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ദിദൃക്ഷു ആണ് കാണാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം. അടുത്ത ചോദ്യം, പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണം. പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണം. ഓപ്ഷൻസ്: കാണുന്നു, താഴുന്നു, ഓടിക്കുന്നു, കേൾക്കുന്നു. കാണുന്നു, താഴുന്നു, ഓടിക്കുന്നു, കേൾക്കുന്നു. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓടിക്കുന്നു ആണ് പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണം. അടുത്ത ചോദ്യം, ആരോഹണം എന്ന വാക്കിൻ്റെ വിപരീത പദം. ആരോഹണം എന്ന വാക്കിൻ്റെ വിപരീത പദം. കയറ്റം, ആഗമനം, ആവിർഭാവം, അവരോഹണം. കയറ്റം, ആഗമനം, ആവിർഭാവം, അവരോഹണം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അവരോഹണമാണ് ആരോഹണം എന്ന വാക്കിൻ്റെ വിപരീത പദം. അടുത്ത ചോദ്യം, അയവിറക്കുക എന്ന ശൈലിയുടെ അർത്ഥം. അയവിറക്കുക എന്ന ശൈലിയുടെ അർത്ഥം. മറക്കുക, വെറുക്കുക, വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുക, പരിഹസിക്കുക.
മറക്കുക, വെറുക്കുക, വീണ്ടും വീണ്ടും ഓർമ്മിക്കുക, പരിഹസിക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. അയവിറക്കുക എന്ന ശൈലിയുടെ അർത്ഥം വീണ്ടും വീണ്ടും ഓർമ്മിക്കുക. അടുത്ത ചോദ്യം, വിൺ അധികം തലം ചേർത്തെഴുതിയാൽ. വിൺ അധികം തലം ചേർത്തെഴുതിയാൽ. ഓപ്ഷൻസ് വിൺതലം, വിണ്ടലം, വിണ്ണലം, വിണ്ഡലം. വിൺതലം, വിണ്ടലം, വിണ്ണലം, വിണ്ഡലം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. വിണ്ഡലമാണ് വിൺ അധികം തലം. വിൺ അധികം തലം ചേർത്തെഴുതിയാൽ വിണ്ഡലം. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും പുല്ലിംഗ ശബ്ദം കണ്ടെത്തി എഴുതുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും പുല്ലിംഗ ശബ്ദം കണ്ടെത്തി എഴുതുക. ഓപ്ഷൻസ് അവൾ, മിടുക്കൻ, മകൾ, സമർത്ഥ. അവൾ, മിടുക്കൻ, മകൾ, സമർത്ഥ. ഉത്തരം ഓപ്ഷൻ ബി ആണ്. മിടുക്കനാണ് തന്നിരിക്കുന്നവയിലെ പുല്ലിംഗ ശബ്ദം. സോ നമ്മുടെ കേരള PSC നടത്തിയ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ട ഫസ്റ്റ് പാർട്ടും ഇപ്പോൾ ഇടുന്ന സെക്കൻഡ് പാർട്ടും നിങ്ങളെല്ലാവരും കാണണം. കണ്ട് ഇത് പഠിച്ചെടുക്കുക. ഇതിൽ നിന്നും എന്തായാലും PSCക്ക് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കും തോറും നമുക്ക് PSCയിൽ നല്ലൊരു മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. പ്രീവിയസ് ഇയറിൽ ചോദിക്കുന്ന റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അത് എന്ന് പറയുന്നത് ഒരു 80% അല്ലെങ്കിൽ 75% കൂടുതൽ 80%-ഓളം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേരള PSC എക്സാംസിന് ചോദിക്കുന്നത്. സോ ഈ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ല ബെനിഫിറ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് വരാം അടുത്ത ദിവസം. താങ്ക്